തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട കരുമാത്ര സ്വദേശി നൌഫലും മാതാവ് റംലത്തുമാണ് അറസ്റ്റിലായത്. വെള്ളാങ്ങല്ലൂർ സ്വദേശി ഫസീലയാണ് ഗാർഹിക പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയത്. രണ്ടാമത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഭർത്താവ് നൌഫൽ വയറിൽ ചവിട്ടിയെന്നും കൈ തിരിച്ചോടിച്ചെന്നും ഫസീലയുടെ വാട്സാപ്പ് മെസ്സേജ് പുറത്തായിരുന്നു. ഫസീലയുടെ വീട്ടിൽ നിന്നും ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും അവസാനത്തെ ഇരയാണ് ഫസീല എന്നുള്ളതാണ്. ഫസീലയുടെ വാട്സാപ്പ് സന്ദേശമൊക്കെ പുറത്തു വന്നിരുന്നു. അതിൽ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് താൻ ഭർത്തൃ വീട്ടിൽ നേരിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഫസീല പറയുകയും ചെയ്തു. ഇതിൽ ഇപ്പോൾ എന്താണ് നടപടിയെടുത്തിരിക്കുന്നത്? സ്വാതി, നിരന്തരമായി ഉപദ്രവം ഈ യുവതിക്ക് ഭർത്തൃ വീട്ടിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ബന്ധുക്കളടക്കം പറയുന്നത്. യുവതിയുടെ വാട്സാപ്പ് സന്ദേശം അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുമായി മാറിയിരിക്കുന്നു. ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഫസീലയുടെ കൊടുങ്ങല്ലൂർ സ്വദേശികളായ മാതാപിതാക്കൾക്ക് അതിരാവിലെ തന്നെ യുവതി മെസ്സേജ് അയക്കുന്നു. തൻ്റെ 1.5 മാസം ഗർഭിണിയാണ്. തൻ്റെ വയറ്റിൽ ഭർത്താവ് നൌഫൽ ചവിട്ടിയെന്നും കയ്യിൽ മർദ്ദിച്ചുവെന്നും ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും ഒക്കെ ചൂണ്ടിക്കാട്ടിയ മെസ്സേജിൽ തന്നെ പറയുന്നു ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, തൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, നൌഫൽ തുടർച്ചയായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് യുവതി ബന്ധുക്കൾക്ക് മെസ്സേജ് അയച്ചത്. ഈ സന്ദേശം ശ്രദ്ധയിൽപ്പെട്ട മാതാപിതാക്കൾ അബ്ദുൾ റഷീദും സക്കീനയും അതിരാവിലെ തന്നെ നൌഫലിന്റെ വീട്ടിലെത്തുമ്പോൾ മകൾക്ക് തലകറക്കമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് അറിയുന്നു. ഇവർ ആശുപത്രിയിലെത്തുമ്പോൾ മകൾ മരിച്ചതായി മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഈ സംഭവം പുറം ലോകത്തേക്ക് അറിയുന്നത്. ഈ സംഭവത്തെ തുടർന്ന് ഇരു വീട്ടുകാരും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടാകുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് ആശുപത്രിയിൽ വെച്ച് തന്നെ നൌഫലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് ഇരിങ്ങാലക്കുട പോലീസിന് കൈമാറുകയായിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊടുങ്ങല്ലൂരിലെ കോതപ്പറമ്പിലെ വാടക വീട്ടിലേക്ക് എത്തിച്ചു. അവിടെ നിന്നും സ്വന്തം പിതാവിന്റെ വീടായ പതിയാശ്ശേരിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഖബറടക്കം നടക്കുക. പതിയാശ്ശേരി ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കുകയും അല്പസമയത്തിനകം ഖബറടക്കം നടക്കുകയും ചെയ്തു. ഫസീലയെ നിരന്തരമായി ഈ ഭർത്തൃമാതാവ് റംലത്ത് അടക്കം ഉപദ്രവിച്ചു എന്നിരുന്നതാണ് മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും ഒക്കെ നമ്മളോടായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുതന്നെ പോലീസിനോടും ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ പരാതി നൽകിയിരുന്നു ഇന്നലെ തന്നെ. പരാതിയിന്മേൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുക്കുകയും ഇന്നലെ കസ്റ്റഡി എടുത്ത നൌഫലിനെ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയും പിന്നീട് ഇയാളുടെ മാതാവ് റംലത്തിനെ കൂടി കസ്റ്റഡി എടുക്കുകയും ചെയ്തു. പിന്നീട് അല്പസമയങ്ങൾക്ക് മുൻപ് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളെ ഇരിങ്ങാലക്കുട സിഐയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും പ്രതികളെ ഹാജരാക്കുക. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം പോലീസിന് നടത്തണമെന്നുള്ളതാണ് പറയുന്നത്. മുൻപും പല ഘട്ടങ്ങളിലായി യുവതിയെ ഈ മാതാവും ഭർത്താവും ചേർന്ന് ആക്രമിച്ചു എന്നും ബന്ധുക്കൾ മൊഴി നൽകുന്നുണ്ട്. പക്ഷേ യുവതി കുടുംബ പ്രശ്നങ്ങൾ മറ്റുള്ളവർ ആളുകൾ അറിയാതിരിക്കാൻ പരമാവധി കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരുന്നതായി ബന്ധുക്കളടക്കം തന്നെ പറയുന്നു. ഇത്തരം പരാതികൾ നിലനിൽക്കുമ്പോൾ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും വിശദമായ അന്വേഷണത്തിന് ശേഷം ഈ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാകുമോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നും പോലീസ് പറയുന്നു. അറസ്റ്റിലായ പ്രതികളെ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇരുവരെയും കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. സ്വാതി. ലെവിൻ, എന്തായാലും ഏറെ നിർണായകമായ നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ലെവിൻ സൂചിപ്പിച്ചതുപോലെ ആ പുറത്തു വന്ന വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ നിരന്തരം ഇങ്ങനെ ഭർത്തൃമാതാവിൻ്റെ അടക്കം പീഡനം ഉണ്ടായിട്ടുണ്ട്, മോശമായ വാക്കുകൾ തനിക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫസീലയുടെ പിതാവും പറഞ്ഞിരുന്നു, അതായത് സ്ത്രീധനം കുറഞ്ഞു എന്നുള്ള പേരിൽ പലതരത്തിൽ മകളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയായിരിക്കും കേസ് എടുക്കുക? തുടർ നടപടികൾ എങ്ങനെയാകും ഉണ്ടാകുക? സ്വാതി, ഇതിനോടകം പോലീസ് ഇന്നലെ തന്നെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ പിന്നാലെ യുവതി മരിച്ചത് വ്യക്തമായതോടുകൂടി തന്നെ ഇന്നലെ രാത്രി തന്നെ FIR രജിസ്റ്റർ ചെയ്ത് പ്രതികൾക്കെതിരെ കേസെടുത്തിരുന്നു. നൌഫലിനെതിരെയും മാതാവിനെതിരെയുമാണ് ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരെയും പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം, ശാരീരികമായി ഉപദ്രവിക്കൽ തുടങ്ങിയ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത്. അറസ്റ്റിലായ പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടത്തുകയാണ്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം
അടക്കം സാന്നിധ്യത്തിൽ റംലത്തിനെ ചോദ്യം ചെയ്ത് എന്തുകൊണ്ടാണ് ഈ യുവതിക്കെതിരെ ഇത്ര ശാരീരികമായ അതിക്രമവും മാനസികമായ പീഡനവും അടക്കം ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഉദ്യോഗസ്ഥർ. ബന്ധുക്കൾ, അതായത് ഈ മരിച്ച ഫസീലയുടെ ബന്ധുക്കൾ, പിതാവും മറ്റു ബന്ധുക്കളും ഒക്കെ പറഞ്ഞത് 16 ലക്ഷം രൂപയുടെ 16 പവൻ സ്വർണം മകൾക്ക് സ്ത്രീധനമായി നൽകിയിരുന്നു. ആ സ്വർണവും പണവും മതിയായില്ല, ഇനിയും കൂടുതൽ തുക ആവശ്യമാണ് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു മകൾക്ക് പല ഘട്ടങ്ങളിലും ഉപദ്രവം നേരിടേണ്ടി വന്നത്. ഇടയ്ക്ക് ബന്ധുവീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്തൃ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലെത്തിയപ്പോൾ പോലും സ്വന്തം വീട്ടിൽ വെച്ചും നൗഫൽ യുവതിയെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പിതാവ് നമ്മളോടായി സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളടക്കം അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥർ. ഏതായാലും പ്രതികൾ അറസ്റ്റിലായതോടുകൂടി മറ്റ് ബന്ധുക്കളെ കൂടി ചോദ്യം ചെയ്യും. ഈ ഫസീലയുടെ മാതാപിതാക്കളുടെ മൊഴിയെടുക്കും. അതിനുശേഷമായിരിക്കും അന്തിമമായി പോലീസ് മറ്റ് വകുപ്പുകൾ ചേർക്കണം എന്നുള്ള കാര്യത്തിലടക്കം തീരുമാനമെടുക്കുക. ഏതായാലും അറസ്റ്റിലായ പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ പതിയാശ്ശേരി ജുമാ മസ്ജിദിലാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി യുവതിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മൃതദേഹം കബറടക്കം നടത്തുക. സ്വാതി. ശരി, ലെവിൻ തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ്. തുടർ നടപടികൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും ലെവിൻ പറയുന്നു.